നന്ദീശ, ബാബ പറഞ്ഞ സമയത്ത് തന്നെ പൂജ ആരംഭിക്കുകയും പൂജ അവസാനിപ്പിക്കുകയും വേണം. സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. 24 വർഷങ്ങളായുള്ള എന്റെ സ്വപ്നം തപസ് ഇപ്പോൾ ഞാൻ കൈവരിക്കാൻ പോകുന്നു. ചെറിയൊരു പിഴവ് സംഭവിച്ചാലും വരപ്രസാദം ശാപമായി മാറിയേക്കാം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല നന്ദീശ. നാഗമാണിക്യത്തിന് വേണ്ടി നീ ഇനി അധികം പ്രയത്നിക്കേണ്ട ദിഗ്വിജയ. ഞാനാണടാ നിന്റെ പിന്നിൽ നിന്നും ചരട് വലിച്ചുകൊണ്ടിരുന്നത്. നീ എന്റെ ചരടിൻ തുമ്പത്ത് കിടന്ന് കളിക്കുന്ന വെറും കളിപ്പാവ മാത്രം. ഞാൻ കളിപ്പിക്കുകയായിരുന്നു, നീ അതിനൊത്ത് തുള്ളിയവ മാത്രം. ഇന്ന് നീ നാഗമാണിക്യത്തിന്റെ ശക്തി ലഭിക്കുമെന്ന് കരുതി വന്നതാണോ ഇങ്ങോട്ട്? ഒരു കാരണവശാലും കിട്ടില്ല. അതെനിക്ക് മാത്രം സ്വന്തം. ഒരു ബലി കൊടുത്താൽ നിധി ലഭിക്കുമെന്നുണ്ടെങ്കിൽ നിന്റെ ബലി ഉറപ്പാ. അകത്തേക്ക് വാ. ഇതാണ് കൃത്യമായ സമയം നന്ദീശ. എല്ലാം തയ്യാറാക്കുക. ശരി മുതലാളി. മുതലാളി, എല്ലാം തയ്യാറാണ് മുതലാളി. ഇത്രയും ദിവസം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നാഗമാണിക്യവും കാണിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ മൂലം ഇവന്റെ അവസാനമായിരിക്കും. നാഗമാണിക്യം, അതിന്റെ ശക്തി എല്ലാം ഇനി എന്റേത് മാത്രം, എന്റേത് മാത്രം. നന്ദീശ, മുതലാളി നീ പുറത്തേക്ക് വെക്കും. മുതലാളി, ഞാനും പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ഇല്ല മുതലാളി, ഞാൻ പോവില്ല. ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാ സഹായത്തിന് ആരുമില്ല മുതലാളിക്ക്. സഹായത്തിന് നിന്റെ ആവശ്യമുണ്ട് നന്ദീശ. അതിനാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതും. പക്ഷേ ഞാൻ പൂജ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ആരും ഉണ്ടാവാൻ പാടില്ല. ഇത് രക്തചൂർണമാണ്, മഹാശക്തിയുള്ള ചൂർണം. മൂന്നാമതൊരാൾക്ക് മാത്രമേ ഇത് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് നിന്റെ കയ്യിൽ തരുന്നത്. വേറെ ആരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ശല്യമുണ്ടായാൽ അവരുടെ മേൽ നീ ഇത് പ്രയോഗിക്കണം. അതോടെ അവർ നശിച്ചു പോകും. അറിയാതെ പോലും എന്റെ മേലിത് വീണു പോകരുത്. ഞാൻ തന്നെ നശിച്ചില്ലാതായിത്തീരും. നീ വയ്ക്കോ. നിന്നെ കൊല്ലാൻ വേണ്ടി നീ തന്നെ എന്റെ കയ്യിൽ ആയുധം വെച്ച് തന്നല്ലോ മുതലാളി. നാഗമാണിക്യത്തിന്റെ ശക്തി ലഭിക്കാറാകുമ്പോഴേക്കും നീ വെച്ച് തന്ന ആയുധം കൊണ്ട് തന്നെ നിന്റെ പ്രാണൻ ഞാൻ എടുക്കൂടാ മുതലാളി. എന്നിട്ട് ആ നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കും. मृत्युञ्जयायै नमः। जयसराजं ब्रह्मणां ब्रह्मणस्पत आनस्विवन्नो दिव्यश्रीदतादनघ्नं स्वाहा। ഈ നാഗമാണിക്യത്തിന്റെ ശക്തി ലഭിച്ചാൽ പിന്നെ ഞാൻ മൃത്യുഞ്ജയനായി തീരും. മരണമില്ലാത്ത ചിരഞ്ജീവി. ആ ക്ഷണമിതാ എന്റെ മുൻപിലുണ്ട്. ആ ക്ഷണം കൂടി കഴിഞ്ഞു കിട്ടിയാൽ ഞാൻ തോൽവിയില്ലാത്തവനാവും, മരണമില്ലാത്തവനാവും. അവസാന ഘട്ടത്തിൽ ഞാൻ തോൽക്കാൻ പാടില്ല. ദിഗ്വിജയനെ കളിക്കാൻ ഇറക്കി വിട്ടത് ഈ ഞാനാ. നാഗമാണിക്യം എന്തെന്ന് അവനെ കാട്ടിക്കൊടുത്തതും അതിൽ അവനൊരു മോഹം ജനിപ്പിച്ചതുമെല്ലാം ഞാനാ. ഇത്രയൊക്കെ ചെയ്തത് ഞാനാണെങ്കിൽ നാഗമാണിക്യം അത് വന്നു ചേരേണ്ടത് എന്റെ കയ്യിൽ മാത്രം. അതിന്റെ ശക്തി എനിക്ക് ലഭിക്കണം. ലഭിക്കുന്നതാണ്. എല്ലാ ശക്തിയും എനിക്ക് തന്നെ ലഭിക്കുന്നതാണ്. എന്റെ ഒരു ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെടാൻ ഞാൻ സമ്മതിക്കുകയുമില്ല.
गं गणानां त्वा गणपतिगं हवामहे स्वाहा। ഈ സ്ഥലത്തേക്ക് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടല്ലോ. ഇത് നീലിമല കാടാണല്ലോ. നാഗമാണിക്യം ജ്വലിക്കുന്നുണ്ടല്ലോ. ഏതോ ദുഷ്ടശക്തികൾ നാഗമാണിക്യത്തിന്റെ ശക്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമാവുകയാണല്ലോ. നാഗമാണിക്യമുള്ള സ്ഥലത്തെ ഈ രീതിയിൽ ഭഗവാൻ എന്നെ അറിയിക്കുക. സ്തംഭനം പ്രയോഗിച്ചിരിക്കുന്നു. ഞാൻ ഗരുഡനായി മാറാൻ തയ്യാറെടുക്കുകയാണ്. ഇതെല്ലാം ആ നാഗശക്തിയുടെ പ്രഭാവമാണ്. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ആ ചുറ്റും കാണുന്ന വെളിച്ചം നാഗമാണിക്യത്തിന്റേതാ. ആ ശക്തികൾ ദുഷ്ടരുടെ പക്കൽ അവൻ സമ്മതിക്കാൻ പാടില്ല. നാഗമാണിക്യം ഞാൻ നേടിയേ മതിയാകൂ. ഞാൻ അങ്ങോട്ട് പോയേ മതിയാകൂ. ഇവളെന്താണ് ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഒന്നും സ്പഷ്ടമായി കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഓം സർപ്പേശ്വരായ വിദ്മഹേ ഓം ഫണീന്ദ്രായ ധീമഹേ തന്നോ നാഗപ്രചോദയാത്. यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारेकमिव वन्दनात् मृत्योर्मुक्षीयममृतात्. പോകണം. പോയി ആ ദുഷ്ടരെ സംഹരിച്ചേ മതിയാകൂ. എന്നാൽ എനിക്ക് എങ്ങനെ ഇവിടുന്ന് ഇപ്പൊ പോകാൻ കഴിയും? ഇതാണ് ശരിയായ സമയം. എനിക്ക് പോണം. നാഗമാണിക്യം നേടിയേ പറ്റൂ. जय भोलेनाथ। കരാളക കാർക്കോടക അമാവാസി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ദുഷ്ടമനുഷ്യരും കാളസർപ്പങ്ങളും തമ്മിൽ തുടങ്ങാൻ പോകുന്ന യുദ്ധം അന്തിമ യുദ്ധം. ദുഷ്ടന്മാർ മരിക്കാൻ പോകുന്ന നന്മയുടെ വിജയത്തിന്റെ യുദ്ധം. ജയ് ഭോലേനാഥ്.
ഭോലേനാഥ്. സമയമായിരിക്കുന്നു. ഞാൻ നാഗത്തിന്റെ രൂപത്തിലേക്ക് മാറി നാഗമാണിക്യം വിഴുങ്ങിയാൽ എനിക്ക് ശക്തി പ്രാപ്തമാവും. അതോടെ ഞാൻ മൃത്യുഞ്ജയനാവും. മരണത്തെ ചവിട്ടി നിൽക്കാൻ പോകുന്ന മൃത്യുഞ്ജയൻ. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. എന്നെ ആർക്കും പരാജയപ്പെടുത്താനുമാവില്ല. അതോടുകൂടി ഞാൻ ദിഗ്വിജയനാവും. സർപ്പേശ്വരായ വിദ്മഹേ ഭനീന്ദ്രായ ധീമഹേ തന്നോ നാഗപ്രചോദയാത്. ആരോ മുതലാളിയോട് യുദ്ധം ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണത്തിനും തീർത്തിട്ട് നാഗമണിക്ക് ഞാൻ ഉടനെ സ്വന്തമാക്കും. മോളെ നീയോ? മോളെ എന്നെ വിടാനല്ലേ പറഞ്ഞത്? മുതലാളി വിളിക്കുന്നു. വിളിക്കുന്നത് നിന്റെ മുതലാളിയല്ല, നിന്റെ മരണമാണ്. മരണത്തിന്റെ വായിലേക്ക് നീ തല വെച്ചു കൊടുക്കാതെ. അവിടെ നടക്കുന്നത് നാഗത്തിന്റെ വേഷത്തിലുള്ള മനുഷ്യനും യഥാർത്ഥ നാഗവും തമ്മിലുള്ള നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി നിനക്കുണ്ടാവില്ല. പോയാൽ നീ ജീവനോടെ കാണില്ല. മോളെ എന്നെ ഒന്ന് വിട്. എനിക്കിപ്പോ പോയേ പറ്റൂ. കൺമുൻപിൽ ഇങ്ങനെ മരണം നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാ അങ്ങോട്ട് പറഞ്ഞു വിടുക? എന്റെ മോളെ മോളെ ജയ് ഭോലേനാഥ്. മരണം വന്ന് വായ പിളർന്നു നിൽക്കുമ്പോൾ സഹായിക്കാൻ വന്നവരുടെ വായ മൂടിക്കെട്ടിയിരിക്കും. സംഹാരം, ദുഷ്ടശക്തികളുടെ സംഹാരമുണ്ടാവും. ജയ് ഭോലേനാഥ്. ഏയ്, ആരാ നീ? നിന്റെ ശരിയായ രൂപം എനിക്ക് കാണിച്ചു തരൂ. എന്റെ ചോദ്യം നീ കേട്ടുവോ, അതോ നിന്റെ മരണം കൊണ്ട് ഞാൻ അതിന് ഉത്തരം കണ്ടെത്തണോ? ഞങ്ങൾ നാഗങ്ങളാ. ഭക്തിയോടെ കൈകൂപ്പിയാൽ ആശീർവദിക്കും. സ്നേഹിക്കുന്നവർക്ക് ശക്തി കൊടുക്കുന്നവർ, സജ്ജനർക്ക് മുക്തി കൊടുക്കുന്നവർ. നിന്നെ പോലെയുള്ള ദുഷ്ടജനങ്ങൾക്ക് മരണം കൊടുക്കുന്നവർ. നാഗമാണിക്യം നാഗലോകത്തിന്റെ സ്വത്താണ്. അത് അപഹരിക്കാൻ വേണ്ടി എന്റെ ആദിശേഷനെ നിഷ്ഠൂരമായി കൊന്ന നിനക്ക് ഘോര അതിഘോര മരണമായിരിക്കും. മോളെ വിടാനാ പറഞ്ഞത്. നാഗമാണിക്യം നേടാനുള്ള എന്റെ അവസരം ഓരോ നിമിഷം നീയായിട്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. വിടന്നെ. ഇല്ല, ഇതിലൂടെ നിങ്ങളുടെ മരണം ഞാൻ ഇല്ലാതാക്കുകയാണ്. നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിടില്ല. പാമ്പിന്റെ വേഷത്തിൽ ചതിയനായി വന്ന മനുഷ്യൻ, ഗുണഗണത്തിന്റെ അംശം പോലും ഇല്ലാത്തവൻ. അവന്റെ ചതിയും മരിക്കും, അവന്റെ വേഷങ്ങൾ അഴിയും, അവന്റെ വാശിയുടെ അന്ത്യമാകും. എന്നാൽ നാഗത്തിന്റെ പക മരിക്കില്ല. ഓർമ്മ വെച്ചുകൊള്ളുക. ജയ് ഭോലേനാഥ്. ആരാണ് നീ? ഇത് നിന്റെ നിജരൂപമല്ല, ഇത് കളവാണ്. നീ നാഗലോകത്തിലുള്ളവനല്ലേ? അല്ല, ആരാണെന്ന് നീ പറയൂ.
ഇതുപോലെ നാഗമായി മാറാനുള്ള ശക്തി നിനക്ക് എവിടുന്നാ കിട്ടിയത്? നീ ആരാണെന്ന് സത്യം പറയൂ. ഏത് ലോകത്തിലുള്ളവനാ നീ? ഗന്ധർവൻ, കിന്നരൻ, മാനവൻ, ഇവരിൽ ആരാണ് നീ? പറയൂ. അങ്ങനെയാണെങ്കിൽ എന്റെ ആദിശേഷനെ കൊന്നവൻ നീ ആയിരുന്നു അല്ലേ? നാഗമാണിക്യം അപഹരിച്ചവന് നീ ആയിരുന്നോ? ഞങ്ങളുടെ ലോകത്തിന്റെ സമാധാനം നശിപ്പിച്ചവന് നീ ആയിരുന്നോ? നിന്റെ ശരിയായ രൂപം കാണിച്ചു തരൂ. കാണിച്ചു തരാനല്ലേ പറഞ്ഞത്? നാഗത്തിന് പല്ലിലാണ് വിഷം, മനുഷ്യന് മനസ്സിലാണ് വിഷം. ഏ കാലഭൈരേശ്വര, ഇത് ചതിയാണ്, എന്തു വഞ്ചനയാണ്. നിന്റെ കാൽ കീഴിലെ ഭക്തയ്ക്ക്, നിന്നെ വിശ്വസിച്ചവൾക്ക് ചതിവ് പറ്റിയല്ലോ. രക്ഷിക്കൂ രുദ്ര, ദൈവശക്തി ദുഷ്ടരുടെ കാൽ കീഴിലാവാതെ രക്ഷിക്കൂ. ജയ് ഭോലനാഥ്. നാഗലോകത്തിൽ നിന്ന് ആരോ വന്ന് ശിവാനിയുടെ പ്രതിബിംബമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അവരെന്തിനാണ് വന്നത്? പറഞ്ഞതുപോലെ ശിവാനി എവിടേക്കാണ് പോയത്? നാഗമാണിക്യത്തിന് വേണ്ടിയാണോ? स्वाहा ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. നീ വന്നു അല്ലേ? എന്റെ സ്നേഹിതരെല്ലാം കൊന്ന് നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണല്ലേ? നാഗമാണിക്യമല്ല, നിന്റെ ശവം പോലും നാഗലോകത്തേക്ക് പോവില്ല. നീ ജീവനോടെ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല. നിന്നെ ഇവിടെ വെച്ച് തീർക്കും ഞാൻ. മോളെ, അകത്തുനിന്ന് ഒരു വിധത്തിലുള്ള ശബ്ദം കേൾക്കുന്നില്ല. ഇപ്പൊ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞാ നാഗമാണിക്ക് എനിക്ക് സ്വന്തമാകും. എന്നെ ഒന്ന് വിടാനല്ലേ പറഞ്ഞത്? ഒരിക്കലും ഇല്ല. അകത്തു നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ലെങ്കിൽ അവിടെയെല്ലാം ശാന്തമായെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പോൾ ഉള്ളത് മരണത്തിന് മുൻപേയുള്ള നിശബ്ദതയാണ്. അവിടെ ഒരു മരണമുണ്ടാവുമെന്നത് ഉറപ്പാണ്. അത് നിങ്ങളുടെ മരണമാവാതിരിക്കട്ടെ.
അത് മനസ്സിലാക്ക്. എന്റെ മോളെ ആരാരെ കൊല്ലുന്ന? നിധി പൂജയ്ക്ക് മരണമാണ് നൈവേദ്യമെന്നുണ്ടെങ്കിൽ മരിക്കേണ്ടവൻ മരിച്ചേ മതിയാകൂ, ജയിക്കേണ്ടവൻ ജയിച്ചിരിക്കും.